നമസ്കാരം. ഞാൻ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ 140 കോടി 145 കോടി എന്ന് പറയുന്നുണ്ട്. കൃത്യമായ കണക്ക് സെൻസസ് കഴിഞ്ഞിട്ട് വരും. ഏതായാലും 140 കോടിയിലധികം വരുന്ന ജനങ്ങൾ ഇന്ത്യക്കാരാണ്, ഇന്ത്യൻ പൗരന്മാരാണ് എന്നാണ് വിശ്വസിക്കുന്നത്. നിർഭാഗ്യവശാൽ ഇന്ന് ഇന്ത്യയിൽ ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കാൻ ഒരു രേഖയില്ല എന്നതാണ് വസ്തുത. അപ്പൊ ചോദിക്കും, പാസ്പോർട്ട് ഇല്ലേ എന്ന്. ഇപ്പൊ എന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ, പാസ്പോർട്ട് പൗരത്വ രേഖയായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്ന്. ആധാർ പൗരത്വ രേഖയല്ല, വോട്ടേഴ്സ് ഐ ഡി പൗരത്വ രേഖയല്ല, പാസ്പോർട്ട് പൗരത്വ രേഖയല്ല എന്ന് പറഞ്ഞാൽ പാൻ കാർഡ് അടക്കമുള്ള ഒരു രേഖയും പൗരത്വ രേഖയല്ല. പിന്നെ എന്താണ് പൗരത്വ രേഖ? അല്ല, ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയണമല്ലോ. ഈ ഇന്ത്യ മാത്രമല്ല ലോകത്തുള്ളത്, മറ്റു രാജ്യങ്ങളുണ്ട്. ഇന്ത്യയേക്കാൾ വികസിച്ച രാജ്യങ്ങളുണ്ട്, സാങ്കേതികമായിട്ട് വികസിച്ച രാജ്യങ്ങളുണ്ട്, സാമ്പത്തികമായിട്ട് വികസിച്ച രാജ്യങ്ങളുണ്ട്, ഇന്ത്യയേക്കാൾ താഴെയുള്ള രാജ്യങ്ങളുണ്ട്. ഇപ്പോ ഗൾഫിൽ പോയി നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു പൗരത്വ രേഖയുണ്ട്. അവിടുത്തെ ഇപ്പൊ എമിറേറ്റ്സ് ഐ ഡി ഒക്കെ പൗരത്വ രേഖയാണ്. അത് ആരാണ് അവിടുത്തെ പൗരൻ എന്നതിനെ കുറിച്ച് അതിന്റെ നിറവ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അതിന്റെ തരവ്യത്യാസം അനുസരിച്ചിട്ടോ അവിടെ ഉള്ളവർക്ക് തീരുമാനിക്കാൻ പറ്റും, അധികാരികൾക്ക് തീരുമാനിക്കാൻ പറ്റും. ഇന്നത് ഇവിടുത്തെ പൗരന്മാർ, ഇന്നത് പുറത്തുള്ള പൗരന്മാർ കൃത്യമായിട്ട് അറിയാൻ പറ്റും. എന്നാൽ അവർ ഇന്റർനാഷണൽ ട്രാവലിംഗ് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവരുടെ പാസ്പോർട്ട്, അതായത് അവരുടെ രാജ്യത്തിനുള്ളിൽ അവരുടെ പൗരന്മാരെ തിരിച്ചറിയാൻ ഒരു രേഖയുണ്ട്. അതിന് പുറത്ത് മറ്റു രാജ്യങ്ങൾക്ക് ഇന്ന രാജ്യക്കാരനാണ് എന്ന്, അല്ലെങ്കിൽ ഇന്ന രാജ്യത്തെ പൗരനാണ് എന്ന് തിരിച്ചറിയാൻ അവർക്ക് പാസ്പോർട്ടും ഉണ്ട്. നമ്മളൊക്കെ കരുതുന്നത് ഇന്ത്യൻ പാസ്പോർട്ട് ഇന്ത്യൻ പൗരത്വത്തിന്റെ രേഖയാണ് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല എന്ന് നമ്മുടെ ഭരണാധികാരികൾ പറയുമ്പോൾ വിദേശത്തുള്ളവർ കരുതുന്നത് അങ്ങനെയല്ല. നമ്മുടെ ഈ പാസ്പോർട്ട് തൂക്കി പിടിച്ചുകൊണ്ട് ഇപ്പൊ അമേരിക്കയിലോ അല്ലെങ്കിൽ ഇപ്പൊ സൗദി അറേബ്യയിലോ മറ്റേത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും അവർ നമ്മുടെ പാസ്പോർട്ട് നോക്കിയിട്ടാണ് നമ്മൾ ഏത് രാജ്യത്തെ പൗരനാണെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെയല്ലേ? ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് ഇങ്ങനെ ഒരു തലതിരിഞ്ഞ ചില നയങ്ങൾ? ഇത് പറയുമ്പോൾ നമ്മൾ രാജ്യദ്രോഹിയാകും, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടുള്ള വിരോധമാകും, അല്ലെങ്കിൽ ദേശവിരോധം, അങ്ങനെയൊക്കെ പറയും. എന്ത് പറഞ്ഞാലും വേണ്ടില്ല, ഇവിടെ ചിലതിനൊക്കെ തീരുമാനങ്ങൾ വരണം. പൗരത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് രേഖകളില്ലാത്ത ഇന്ത്യൻ പൗരൻ ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യമാണ്. ആ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ലോകത്തെ ഏത് വികസ്വര രാജ്യം എടുത്തു കഴിഞ്ഞാലും അവിടെയുള്ള ഒരു സാധാരണക്കാരന് തന്റെ പൗരത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് വ്യക്തവും നിയമപരവുമായിട്ടുള്ള ഒരു ഒറ്റ രേഖയോ അല്ലെങ്കിൽ ലളിതമായിട്ടുള്ള എന്തെങ്കിലും സംവിധാനങ്ങളോ അവിടെ നിലവിലുണ്ടാവും. എന്ത് ഇവിടെ ഇതില്ലാത്തത്? ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമല്ലേ, എന്ത് ഇവിടെ അതില്ലാത്തത്? ഇപ്പൊ അമേരിക്കയില് അല്ലെങ്കിൽ കാനഡയിലുള്ള ഒരു വ്യക്തിക്ക് അയാളുടെ ജനന സർട്ടിഫിക്കറ്റ് പൗരത്വത്തിന്റെ അന്തിമ രേഖയാണ്, അന്തിമ തെളിവാണ്. ഇനി യൂറോപ്യൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലോ ഉള്ളവർക്ക് അവരുടെ നാഷണൽ ഐഡന്റിറ്റി കാർഡ് അത് കൈവശമുണ്ടെങ്കിൽ അത് അവരുടെ പൗരത്വത്തിന്റെ വിശ്വസനീയമായിട്ടുള്ള തെളിവാണ്. അതാണ് ആ രാജ്യം അംഗീകരിക്കുന്നത്. ഇനി നമ്മുടെ അത്ര പോലും എത്താത്ത ജാമ്പവത്തിന്റെ കാലത്ത് ജീവിക്കുന്നുണ്ട് പാകിസ്ഥാൻ. നമ്മുടെ ശത്രുരാജ്യമായിട്ട് നമ്മൾ വെക്കുന്നു. സത്യത്തിൽ അതിന് പോലും യോഗ്യതയില്ല എന്നാണ് കാണുന്നത്. നമ്മുടെ ഇന്നത്തെ ഇപ്പൊ കുറച്ച് മലയാളി ബ്ലോഗർമാർ പോയിട്ട് അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് തരുമ്പോൾ നമ്മളൊരു 10-50 കൊല്ലം മുമ്പ് എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ ഒരു 10-25 കൊല്ലം മുമ്പെങ്കിലും എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അത്ര പോലും അവർ എത്തിയിട്ടില്ല ഇന്ന് നമുക്ക് മനസ്സിലാവും. വലിയ ടൗണിന്റെ കാര്യമല്ല പറഞ്ഞത്, അവിടുത്തെ ജനങ്ങളുടെ ഒരു ജീവിത രീതിയാണ്. എന്നാൽ ആ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും പോലും കമ്പ്യൂട്ടറൈസ്ഡ് നാഷണൽ ഐ ഡി കാർഡുകൾ പൗരത്വം ഉറപ്പാക്കാൻ വേണ്ടി ഉണ്ട്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിലെ അവസ്ഥ വളരെ തികച്ചും വിചിത്രവും ഭീതിജനകവുമായിട്ടുള്ള ഒരു അനിഷ്ടാവസ്ഥയിലേക്കാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു വ്യക്തി ഇന്ത്യൻ പൗരനാണെന്ന് നിയമപരമായിട്ട് തെളിയിക്കാനുള്ള അന്തിമ രേഖയായി ഇന്ത്യൻ പാസ്പോർട്ടിനെ കണക്കാക്കാൻ കഴിയില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട്. ഈ അനിഷ്ടാവസ്ഥ എങ്ങനെയാണ് ഇത് തരണം ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. എങ്കിൽ പിന്നെ ഇന്ത്യൻ പൗരൻ ആരാണ്? ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം നൽകുന്ന വളരെ കർശനമായ പോലീസ് വെരിഫിക്കേഷനും യോഗ്യതാ പരിശോധനയും ഒക്കെ അതിനൊക്കെ ശേഷമാണ് ഈ ഒരു പാസ്പോർട്ട് അവർക്ക് അനുവദിക്കുന്നത്. ഇതുപോലും പൗരത്വത്തിന് തെളിവല്ല. ഇനി വേണ്ട, ഒരു ഇന്ത്യൻ പൗരന് മാത്രമേ ഇവിടെ ഇന്ത്യയിൽ വോട്ട് ചെയ്യാൻ പറ്റൂ. മറ്റു രാജ്യങ്ങൾ അങ്ങനെയല്ല. ഇപ്പൊ അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ മറ്റു ചില യൂറോപ്യൻ രാജ്യങ്ങൾ അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ ചെയ്തവർ അവരുടെ ബ്ലോഗുകളിലൂടെ ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോയി എന്ന് പറയുന്നു. അവരൊക്കെ ഇന്ത്യൻ പൗരന്മാരാണ്, പക്ഷെ അവിടെ താമസിക്കുന്നവരാണ്. പക്ഷെ അവിടെ താമസിക്കുന്നവർക്കെല്ലാം അവരുടെ ഭരണാധികാരിയെ തെരഞ്ഞെടുക്കാൻ അവകാശമുണ്ടെന്ന് സമ്മതിച്ചു കൊടുക്കുന്നു. പക്ഷെ ഇന്ത്യയിൽ അതല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പൗരന് മാത്രമേ ഇന്ത്യയിൽ വോട്ട് അവകാശമുള്ളൂ. ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കുകയും അതേസമയം മറ്റൊരു രാജ്യത്ത് പോയി അവിടുത്തെ പൗരത്വം എടുത്ത്, അതായത് അവിടുത്തെ പാസ്പോർട്ട് എടുത്ത് ഇന്ത്യൻ പൗരൻ അല്ലാതായി തീരുന്ന ആ സമയത്ത് പോലും ഇന്ത്യയിലേക്ക് വോട്ട് ചെയ്യാൻ പറ്റൂല. ഇവിടെ ജനിച്ച് ഇവിടെ വളർന്ന് ഇവിടെ നിന്നാണ് അയാൾ അങ്ങോട്ട് പോയത്, എന്നാലും ഇവിടെ വോട്ട് ചെയ്യാൻ പറ്റൂല. അതായത് അയാൾക്ക് വോട്ടേഴ്സ് ഐ ഡി കാർഡ് ഇവിടെ ഉണ്ടെങ്കിൽ കൂടി അയാൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് പാസ്പോർട്ട് അവിടെ ആയതുകൊണ്ട് അയാൾ ഇന്ത്യക്കാരനല്ല എന്നാണ് പറയുന്നത്. അത്രത്തോളം കർശനമായി കാര്യങ്ങൾ തീരുമാനിച്ചിട്ടാണ് ഇവിടെ ഒരു വോട്ടിംഗ് പ്രക്രിയ പോലും നടക്കുന്നതെങ്കിൽ
ഇന്ത്യൻ പൗരന് മാത്രമേ ഇവിടെ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ആ വോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ID കാർഡ്, വോട്ടർ ID കാർഡ് ഇന്ത്യൻ പൗരത്വ രേഖയായിട്ട് തെളിവായിട്ട് എടുക്കേണ്ടതല്ലേ? എടുക്കുന്നില്ല. വേണ്ട, അത് വേണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോക രാജ്യങ്ങളെല്ലാം പാസ്പോർട്ട്, ആ പാസ്പോർട്ടിനെയാണല്ലോ കാണുന്നത്. നമ്മൾ ID കാർഡ് കൊണ്ട്, വോട്ടർ ID കാർഡ് കൊണ്ട് ഇപ്പോൾ നമുക്ക് വിസ എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല. പാസ്പോർട്ട് വേണം. ഈ പാസ്പോർട്ട് എന്തിന്റെ അടിസ്ഥാനത്തിൽ? അവർ ഇന്ത്യൻ പൗരത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാണുന്നത്. അപ്പോ പാസ്പോർട്ട് ഇന്ത്യൻ പൗരത്വത്തിന്റെ തെളിവല്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? ഭരണഘടനാപരമായിട്ടുള്ള വലിയൊരു വൈരുദ്ധ്യമാണത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്തെ ഒരു സാധാരണക്കാരൻ തന്റെ പൗരത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് രേഖയാണ് എടുത്ത് മുന്നിൽ വെക്കേണ്ടത്? തിരിച്ചറിയൽ രേഖകൾ എത്ര കാർഡുകളാണ് നമുക്കുള്ളത്. വിലാസവും വ്യക്തിത്വവും തെളിയിക്കാൻ രാജ്യം നിർബന്ധമാക്കിയിട്ടുള്ള ഒരു രേഖയും കേവലം ഒരു കെട്ടുറപ്പുമില്ലാത്ത തിരിച്ചറിയൽ സംവിധാനങ്ങളും ഒക്കെയാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. ഇപ്പൊ ആധാർ ആയാലും പാൻ കാർഡ് ആയാലും അതുപോലെ മറ്റെന്ത് കാർഡായാലും ഈ രാജ്യത്തിന്റെ ഭരണം ആരെ നിയന്ത്രിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം വോട്ടർ ID കാർഡിനാണ്. ആ വോട്ടർ ID കാർഡ് പോലും പൗരത്വത്തിന്റെ തെളിവല്ല എന്നാണ് പറയുന്നത്. ഇനി റേഷൻ കാർഡ്, പാൻ കാർഡ്, ഇതൊക്കെ ഭക്ഷ്യധാന്യങ്ങൾക്കും പാൻ കാർഡ് നികുതി ആവശ്യങ്ങൾക്കും മാത്രമുള്ളതാണ്. ചുരുക്കത്തിൽ നികുതി വാങ്ങാനും വോട്ട് ചെയ്യിക്കാനും ഭരണകൂടത്തിന് നമ്മുടെ കയ്യിലുള്ള എല്ലാ രേഖകളും വേണം. എന്നാൽ നമ്മൾ ഈ രാജ്യത്തെ പൗരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രേഖകളൊന്നും തികയില്ലാത്താനും ഇതൊന്നും മതിയാവുകയുമില്ല. ഒരു വ്യക്തിക്ക് ഈ രാജ്യവുമായി യാതൊരു ബന്ധമില്ല, അല്ലെങ്കിൽ അയാൾ ഇന്ത്യൻ പൗരനല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഭരണകൂട സംവിധാനങ്ങൾക്ക് ഇന്ന് വളരെ എളുപ്പമാണ്. അതായത് ഇന്നത്തെ സംവിധാനങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മുഴുവൻ സംവിധാനങ്ങളും, ഇപ്പൊ SIR അടക്കമുള്ള മുഴുവൻ എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഇന്ത്യൻ പൗരനല്ല എന്ന് തെളിയിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം ഈ രേഖകളൊന്നും പറ്റൂല. ഇതൊക്കെ സർക്കാർ കൊടുത്തിട്ടുള്ള രേഖകളാണല്ലോ. രാജ്യത്തിന്റെ പുരോഗതിക്കായിട്ട് വിയർപ്പൊഴുക്കുന്നവരായിട്ടുള്ള കോടിക്കണക്കിന് സാധാരണക്കാരായ ജനങ്ങളുണ്ട്. ഈ ജനങ്ങൾക്ക് ഞാൻ ഈ രാജ്യത്തെ പൗരനാണെന്ന് സ്വന്തമായി തെളിയിക്കുക എന്നുള്ള നിലവിലെ സാഹചര്യം ഏറെക്കുറെ അസാധ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി എന്താ അവസ്ഥയെന്ന്. രേഖകളുടെ ഒരു സങ്കീർണത, ചോദിക്കുന്ന ചോദ്യങ്ങളുടെ അവ്യക്തത സാധാരണക്കാരനെ വലിയൊരു ഭീതിയുടെ നിഴലിലാണ് നിർത്തുന്നത്. ഒരു SIR വരുമ്പോ, എന്തിനിപ്പോ സെൻസസ് വരുമ്പോൾ പോലും പലർക്കും തലവേദന വരുന്നത് അതുകൊണ്ടാണ്. അന്താരാഷ്ട്ര തലത്തിൽ പൗരന്മാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടി രാജ്യങ്ങൾ വളരെ ലളിതമായ മാർഗങ്ങൾ സ്വീകരിക്കുമ്പോൾ ഇന്ത്യയിൽ സ്വന്തം മണ്ണിൽ പൗരത്വം തെളിയിക്കാൻ വേണ്ടി ജനങ്ങൾ നെട്ടോട്ടം ഓടേണ്ടി വരുന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് തന്നെ വലിയൊരു അപമാനമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. പൗരത്വത്തിന്റെ കാര്യത്തിൽ അന്തിമവും സുതാര്യമായിട്ടുള്ള ഒരു രേഖ നിശ്ചയിക്കാൻ ഭരണകൂടത്തിന് കഴിയാത്തിടത്തോളം കാലം ഓരോ ഇന്ത്യൻ പൗരനും സ്വന്തം രാജ്യത്ത് അഭയാർത്ഥിയാക്കപ്പെടുമോ എന്നുള്ള ഭയത്തോടെ ജീവിക്കേണ്ടി വരും. ഈ നയം അടിയന്തരമായി തിരുത്തണം. അതോ ഇനി ഈ ഭയത്തെ ഇങ്ങനെ തന്നെ ജീവിക്കണമെന്ന് കരുതിയിട്ടാണോ? ഭയപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ, 140 കോടി ജനങ്ങളെ മുഴുവൻ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അധികാരം കൈയാളാമെന്ന് കരുതിയിട്ടാണോ? ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഇന്ത്യൻ പൗരന്മാരല്ല, അല്ലെങ്കിൽ പൗരത്വം തെളിയിക്കണമെന്ന് പറയുന്ന ഇവരെല്ലാവരും കൂടി വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടാണ് നിങ്ങളൊക്കെ അവിടെ കയറിയിരുന്ന് ഇമാതിരിയുള്ള തോന്നിയാസങ്ങൾ കാണിക്കുന്ന എന്നുള്ളൊരു ഓർമ്മ ഇവിടുത്തെ ഭരണകർത്താക്കൾക്ക് വേണം. Different angles. Don't forget to subscribe and support this channel.